പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹാവന്ദനം. ഇമ്മാനുവേൽ പ്രയർ മിഷന്റെ ഉറവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. കർത്താവിൽ പ്രിയരെ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ മനോഹരമായ ചില വാക്യശകലങ്ങൾ ചിന്തിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചു. അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ചിന്തകളും ആത്മീയമായ ആലോചനകളും അറിവുകളും ഓർമ്മകളും ഒക്കെ നമുക്ക് ലഭിക്കപ്പെടുവാനിടയായി തീർന്നു. ദൈവത്തിന്റെ ദാസനെ താഴ്വരയിൽ നിർത്തി എന്ന് നമ്മൾ വായിക്കുകയുണ്ടായി. ദൈവം നിർത്തുന്ന സ്ഥലത്ത് ദൈവം ചില കാര്യങ്ങൾ തന്റെ ഭക്തന്മാരെ കൊണ്ട് ചെയ്യിക്കും. ഇന്ന് പകൽക്കാലവും അതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് വേദഭാഗങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിന് ആധാരമായിട്ട് നമുക്ക് ഒരു വേദഭാഗം ഞാൻ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. അവൻ അവരോട്, നീ ഇത്ര താല്പര്യത്തോടൊക്കെയും ഞങ്ങൾക്ക് വേണ്ടി ചെയ്തുവല്ലോ, നിനക്ക് വേണ്ടി എന്തു ചെയ്യണം? രാജാവിനോടോ സേനാധിപതിയോടോ നിനക്ക് വേണ്ടി വല്ലതും പറയേണ്ടതുണ്ടോ എന്ന് നീ അവളോട് ചോദിക്കുക എന്ന് പറഞ്ഞു. അതിന് അവൾ, ഞാൻ സ്വജനത്തിന്റെ മധ്യേ വസിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായ ഒരു വേദഭാഗം തന്നെയാണ് നമ്മൾ ഇവിടെ ചിന്തിപ്പാൻ ഇടയായി തീർന്നത്. അനേക ദൈവദാസന്മാരിലൂടെ അനവധി പ്രാവശ്യം വായിച്ച് കേൾക്കപ്പെട്ടതായിരിക്കുന്ന ദൈവത്തിന്റെ വചനം തന്നെയാണ്. പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടതായിരിക്കുന്ന ഒരു അതിശ്രേഷ്ഠനായിരിക്കുന്ന വ്യക്തിയാണ് ഏലിയാവ്. ഈ ഏലിയാവിന്റെ കാലശേഷം തനിക്ക് പകരക്കാരനായി തിരഞ്ഞെടുക്കപ്പെട്ടതായിരിക്കുന്ന ഒരു വ്യക്തിയാണ് എലീശ. പഴയ നിയമ കാലഘട്ടങ്ങളിൽ പ്രവാചകന്മാർക്ക് വലിയ പ്രാധാന്യതയുണ്ടായിരുന്നു. അവർ ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരായതുകൊണ്ട്, ദൈവത്തിന്റെയും ജനത്തിന്റെയും മധ്യേ നിന്നുകൊണ്ട് ദൈവികമായിരിക്കുന്ന ആലോചന കൃത്യമായി അറിയിക്കുന്നത് കൊണ്ട്, അത് ഭൂതകാലത്തെക്കുറിച്ചും വർത്തമാന കാലഘട്ടത്തെക്കുറിച്ചും ഭാവിപരമായ കാര്യങ്ങളെക്കുറിച്ചും പറയുന്ന വ്യക്തികളാണ് പ്രവാചകന്മാർ. അപ്പോൾ ദൈവം ഒരു വ്യക്തിയെ മനസ്സിലാക്കി അവരുടെ നാളെയെക്കുറിച്ചുള്ള കാര്യങ്ങള്, നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങള്, അവർ നാളെ എങ്ങനെ ആയിരിക്കുമെന്നുള്ള കാര്യങ്ങള്, ദൈവം തന്നെ ക്യാൻവാസിൽ പകർത്തിയതായിരിക്കുന്ന കാര്യങ്ങൾ, അത് പ്രവാചകന്മാർക്ക് അത് വ്യക്തമായിട്ട് അത് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്, അതവരെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോഴാണത് ഭാവിപരമായ കാര്യങ്ങളെ കുറിച്ച് വ്യക്തികളോട് സംസാരിക്കുന്നത്. അപ്പോഴാണ് ചില ക്രമീകരണങ്ങൾ വരുത്തണമെങ്കിൽ, ചിലതൊക്കെ വിട്ടുകളയണമെങ്കിൽ, ചിലതൊക്കെ ഉപേക്ഷിക്കണമെങ്കിൽ, ഈ നന്മ പ്രാപിക്കുവാൻ തക്കവണ്ണം തടസ്സമായി നിൽക്കുന്ന ഏതൊക്കെ തടസ്സങ്ങളുണ്ടോ അത് നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റിക്കളയുവാനുണ്ടെങ്കിൽ അത് മാറ്റിക്കളഞ്ഞ് പൂർണ്ണമായി സമർപ്പിച്ച് അത് പ്രാപിക്കാൻ തക്കവണ്ണം മുൻപോട്ട് പോകണം. അതാണ് പൗലോസ് പറഞ്ഞ ഒരു വാക്കുണ്ട്, പിൻപിലുള്ളതിനെ മറന്നുകൊണ്ട് മുൻപിലുള്ളതിനെ പിടിക്കാമോ എന്ന് വിചാരിച്ചുകൊണ്ട് ക്രിസ്തുയേശുവിന്റെ പരമവിളിയുടെ ലാക്കിലേക്ക് ഞാൻ ഓടുന്നു. അപ്പോൾ ചിലതൊക്കെ നേടണമെങ്കിൽ അതൊരു ഓട്ടക്കളത്തിലെ ഓട്ടമാണ്. അപ്പോൾ പ്രവാചകന്മാർക്ക് വലിയ പ്രാധാന്യതയുണ്ട്. ദൈവം അവരോടാണ് സംസാരിക്കുന്നത്, അവരിലൂടെയാണ് ജനത്തെ അറിയിക്കുന്നത്. അങ്ങനെയാണ് ജനത്തെ അവരുടെ നേർവഴികളിലും തെറ്റുകുറ്റങ്ങളെക്കുറിച്ചും ബോധ്യപ്പെടുത്തി അവരെ ഉറപ്പും ധൈര്യമുള്ളവരായി ദൈവത്തിന്റെ സന്നിധിയിൽ കൂടുതൽ ഫലമുള്ളവരാക്കി മാറ്റുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഭവനത്തിന് അനുഗ്രഹമാകുന്നത്, അങ്ങനെ വരുമ്പോഴാണ് ദേശത്തിന് അനുഗ്രഹമാകുന്നത്, അങ്ങനെ വരുമ്പോഴാണ് സമൂഹത്തിന് അനുഗ്രഹമായി മാറുന്നത്. അവരിലൂടെ ചില കാര്യങ്ങൾ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ കൊണ്ടുവരാൻ വേണ്ടിയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ പ്രവാചകനായിരിക്കുന്ന എലീശ പാർക്കുന്നതായിരിക്കുന്ന വീട്ടിലേക്ക് ഒരു മാതാവും 2 കുഞ്ഞുങ്ങളുമായിട്ട് ഒരു പ്രിയപ്പെട്ടവൾ കരഞ്ഞു ചെല്ലുകയാണ്.
4-ാം 1 വാക്യം. അവൾ കരഞ്ഞു എന്ന് പറയുന്നത്, ഞാനിപ്പോ വലിയ കടത്തിന് നടുവിൽ ജീവിക്കുകയാണ്. കടബാധ്യത എന്റെ ജീവിതത്തിലുണ്ട്. എന്റെ ഭർത്താവ് ജീവിച്ചിരുന്ന സമയത്തുണ്ടായ കടമാണ്. ഇപ്പോൾ രാത്രിയിലും പകലുമില്ലാതെ കടക്കാർ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വീട്ടുവാൻ യാതൊരു നിർവാഹവുമില്ലാതെ ഞാൻ വളരെ ഭാരപ്പെടുകയാണ്. എനിക്ക് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണം, എന്തെങ്കിലും ഒരു മാർഗം എനിക്ക് കാണിച്ചു തരണം. ഏതെങ്കിലും വിധത്തിൽ സഹായിപ്പാൻ കഴിയുമെങ്കിൽ എന്നെ സഹായിക്കണം. ആ ദൈവത്തിന്റെ ദാസൻ പറഞ്ഞത്, നീ വീട്ടിൽ ചെന്ന് വെറും പാത്രങ്ങൾ എടുത്ത ഇരിക്കുന്ന എണ്ണ. അവളോട് ചോദിച്ചു, നിന്റെ വീട്ടിൽ എന്തുണ്ട്? അവള് പറഞ്ഞു, ഒരു ഭരണി എണ്ണയല്ലാതെ എന്റെ വീട്ടിലൊന്നുമില്ല. നീ വീട്ടിൽ ചെന്ന് അടുത്തുള്ള വീട്ടിൽ നിന്നും പാത്രങ്ങൾ കടം വാങ്ങി എല്ലാം നിരത്തി വെച്ച് നീ നിന്റെ മക്കളും കൂടെ ആ പാത്രത്തിലേക്ക് എണ്ണ പകരണം. സിമ്പിളായിട്ടൊരു കാര്യമാണ് പറഞ്ഞത്. അതെന്തിനെ എന്നുള്ള ചോദ്യം അവിടെ ഇല്ല. കാരണം ദൈവത്തിന്റെ ദാസനാണ് പറയുന്നത്, പ്രവാചകനാണ് പറയുന്നത്. അപ്പോൾ ദൈവ ആലോചനയ്ക്കനുസരിച്ചാണ് പറയുന്നത്. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഉണ്ടാകും, എന്തെങ്കിലും ഒരു കാര്യം നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായി, വളരെ പ്രതീക്ഷയോടുകൂടെയാണ് അവൾ വീട്ടിൽ ചെന്നു. പറഞ്ഞതുപോലെ ചെയ്തു. പാത്രങ്ങളിൽ എണ്ണയെല്ലാം നിറഞ്ഞു. പ്രവാചകന്റെ അടുക്കൽ ചെന്നു, ഇനി ഞാൻ എന്ത് ചെയ്യണം? അത് വിറ്റ് നീ കടം വീട്ടണം. നിനക്ക് നിന്റെ കുഞ്ഞുങ്ങൾക്കും മിച്ചമുള്ളത് കൊണ്ട് കഴിയണം. കടം വീട്ടാനും മിച്ചം പിടിക്കാനും കുഞ്ഞുങ്ങളെ പരിപാലിക്കാനും പരിപോഷിപ്പിക്കാനും നിനക്ക് ധാരാളം ഉണ്ടാകും. ദൈവം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ധാരാളമുണ്ട്. അതാണ് ദൈവത്തിന്റെ അനുഗ്രഹവും ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ കരുതലും. ഇവിടെ അതിനുശേഷം ദൈവത്തിന്റെ ദാസൻ കടന്നു പോകുമ്പോൾ ഒരു വലിയ ധനികനായിരിക്കുന്ന ഒരു മനുഷ്യന്റെ വീടിന്റെ ഫ്രണ്ടിലൂടെ വഴിയാണ്, അതുവഴി കടന്നു പോവുകയാണ്. ഒരു ദിവസം തന്റെ ഭാര്യ തന്റെ ഭർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു, അവിടെ പേര് സുനേമി എന്നാണ്, ഇങ്ങനെ പറഞ്ഞു, ഇതുവഴിയെ കൂടെ കൂടെ കടന്നു പോകുന്നതായിരിക്കുന്ന ഒരു ദൈവപുരുഷനെ ഞാൻ കാണുന്നു. അദ്ദേഹം മാന്യനും ഭക്തനും ദൈവകൃപയുള്ളതുമായ ഒരു ദൈവദാസനെന്ന് ഞാൻ കാണുന്നു. അദ്ദേഹത്തെ നമുക്ക് വീട്ടിലേക്ക് ക്ഷണിക്കാം. ആയിക്കോട്ടെ, നിന്റെ താല്പര്യമൊക്കെയും അതുപോലെ ആകട്ടെ എന്ന് ഭർത്താവ് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ചില മാറ്റങ്ങൾ ഉണ്ടാവണം വീട്ടിൽ. ആ മാറ്റം എന്താണ്? ഒരു മുറി പണിയണം. അതിനകത്തൊരു കട്ടില് വേണം, മേശ വേണം, കസേര വേണം, നിലവിളക്ക് വേണം. കാരണം ദൈവപുരുഷന് താമസിക്കുവാൻ വേണ്ടതായിരിക്കുന്നതെല്ലാം ഒരുക്കി വെച്ചു. ചില നാളുകൾ കടന്നുപോയി. ഒരു ദിവസം ദൈവദാസൻ തന്റെ ശിഷ്യനുമായ ഗേഹസിയുമായിട്ട് കടന്നു പോകുമ്പോൾ അവൾ ഓടിച്ചെന്ന് സാഷ്ടാംഗം വീണ് കാൽക്കൽ വീണ് നമസ്കരിച്ചിട്ട് പറഞ്ഞു, അടിയന്റെ വീട്ടിൽ ഇന്ന് രാത്രി പാർക്കണം. അങ്ങനെ അവളുടെ വീട്ടിൽ ആ ദൈവദാസൻ വന്നു. അന്ന് രാത്രിയിൽ അവിടെ കടന്നു വന്നു. അവിടുന്ന് ഭക്ഷണം കഴിച്ചു. ആ മുറിയിൽ കിടന്നുറങ്ങി. രാവിലത്തെ പ്രഭാത ഭക്ഷണം കിട്ടി. അങ്ങനെ കാര്യമായി ആ വീട്ടുകാർ വളരെ കാര്യമായിട്ട് നോക്കി. അപ്പോൾ തന്റെ ശിഷ്യനെ വിളിച്ചിട്ട് ഗുരു എലീശ പറഞ്ഞു, ഇവളിത്ര താല്പര്യത്തോടുകൂടെ നമ്മളെ ശുശ്രൂഷിച്ചല്ലോ, ഇത്ര താല്പര്യത്തോടുകൂടെ നമ്മെ കരുതിയല്ലോ, ഇത്ര താല്പര്യത്തോടുകൂടെ നമ്മളെ സംരക്ഷിച്ചല്ലോ, എന്താണ് അതിന്റെ കാരണം? അവളോട് ചോദിക്ക്. ഞാൻ രാജാവിനോട് നിന്നെക്കുറിച്ച് എന്തെങ്കിലും പറയണോ? ആവശ്യം വല്ലതുമുണ്ടോ? സേനാധിപതിയോട് പറയണോ? നിനക്ക് ആവശ്യമായിരിക്കുന്നത് എന്തെങ്കിലും രാജാ സ്ഥാനത്ത് നിന്ന് കിട്ടാനുണ്ടെങ്കിൽ, അധികാരികളുടെ ഭാഗത്ത് കിട്ടാനുണ്ടെങ്കിൽ ഞാനത് ചെയ്തു തരാം. അപ്പോൾ തന്റെ ശിഷ്യൻ പറഞ്ഞത്, അവളെ വിളിച്ച് ചോദിച്ചു, എന്താണ് നിന്റെ കാര്യം? അവൾ പറഞ്ഞു, ഞാൻ സ്വജനത്തിന്റെ നടുവിൽ നിൽക്കുന്നു. ഒരു വ്യക്തി പറയുകയാണെങ്കിൽ, ഞാൻ ജന്മദേശത്താണ് നിൽക്കുന്നത്, എൻ്റെ സ്വന്തം ദേശത്താണ്. നമ്മൾ ജനിച്ച ദേശം, വളർന്ന ദേശം, പഠിച്ച ദേശം, അതാണ് നമ്മുടെ സ്വന്തം ദേശം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ അയൽവാസികളുടെ നടുവിലാണ് നിൽക്കുന്നത്. പിന്നെ അല്പം കൂടെ പറയുകയാണെങ്കിൽ, ഞാൻ സഭക്കാരുടെ നടുവിലാണ് നിൽക്കുന്നത്, എൻ്റെ വിശ്വാസികളുടെ നടുവിലാണ് നിൽക്കുന്നത്. അല്പം കൂടെ ഇറങ്ങി പറയുമ്പോൾ, ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിയിലാണ് നിൽക്കുന്നത്, ഞാൻ യാത്രയിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്വദേശത്ത് ഒക്കെ നിൽക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുക. ഇവിടെ ഇപ്പോൾ അവൾ പറയുന്നത്,
ഞാൻ സ്വജനത്തിന്റെ നടുവിൽ, സ്വജനക്കാരുടെ നടുവിൽ നിൽക്കുന്നു എന്നാണ്. എപ്പോഴാണ് സ്വജനക്കാരുമായിട്ട് സമ്മേളിക്കുന്നത്? ഒരു വിവാഹ ശുശ്രൂഷ ഉണ്ടെങ്കിൽ അവിടെ വരുമ്പോൾ സ്വന്തക്കാരെ കാണാം. അവർ സ്വന്തക്കാർ മാത്രമായിരിക്കുന്ന ഒരു വേദിയാണ്. കുഞ്ഞിന്റെ മാമോദിസയോ, കുഞ്ഞിന്റെ ബർത്ത്ഡേയോ, അല്ലെങ്കിൽ കുഞ്ഞിന്റെ 28 കെട്ടോ, അല്ലെങ്കിൽ മറ്റുള്ളതായിരിക്കുന്ന ഏതെങ്കിലും ഫംഗ്ഷൻ വീട്ടിൽ നടക്കുമ്പോൾ അവിടെ ബന്ധുക്കളും ചാർച്ചക്കാരും എല്ലാവരും ഒത്തുകൂടുന്നൊരു ദിവസമാണ്. ഈ ഒത്തുകൂടുന്നതായിരിക്കുന്ന സ്ഥലത്ത് ഒരുമിച്ച് വരുമ്പോൾ അത് സ്വന്തക്കാരുടെ നടുവിലാണ് നിൽക്കുന്നത്. അവിടെ വെച്ച് പരസ്പരം സ്നേഹവും സന്തോഷവും കൈമാറി, അവരുടെ ക്ഷേമങ്ങൾ അറിഞ്ഞ്, അവരുടെ ഇല്ലായ്മകൾ അറിഞ്ഞ്, അവരുടെ ബാധ്യതകൾ അറിഞ്ഞ്, ഭാരങ്ങൾ അറിഞ്ഞ്, പ്രയാസങ്ങൾ അറിഞ്ഞ് പരസ്പരം കൈ കൊടുത്ത് സ്നേഹത്തിന്റെ ആലിംഗനം ചെയ്ത് ഉള്ള ഭക്ഷണം സന്തോഷത്തോടുകൂടെ ഷെയർ ചെയ്ത് സന്തോഷത്തോടെ കടന്നു പോകുന്ന ഒരു ദിവസമാണ്. അങ്ങനെയുള്ള സ്ഥലമാണ് ഈ സ്ഥലമെന്ന് പറയുന്നത്. പ്രവാചകരോട് ഞാൻ അവിടെയാണ് നിൽക്കുന്നത്. അതങ്ങനെ പറയാൻ കാരണം എന്താണ്? അതിനൊരു കാരണമുണ്ട്. അവരെ മറ്റുള്ളവരൊക്കെയും അവരുടേതായിരിക്കുന്ന കുടുംബകാര്യങ്ങൾ പറയുന്നു, കുഞ്ഞുങ്ങളെ കുറിച്ച് പറയുന്നു, സമ്പത്തിനെ കുറിച്ച് പറയുന്നു, ജോലിയെക്കുറിച്ച് പറയുന്നു, കൃഷിയെക്കുറിച്ച് പറയുന്നു, യാത്രയെക്കുറിച്ച് പറയുന്നു, ജീവിതത്തിന്റെ വിവിധ കാര്യങ്ങൾ പരസ്പരം അല്പം പുകഴ്ത്തി പോലും പറയുന്ന ആളുകളുടെ നടുവിലാണ് നിൽക്കുന്നത്. അവിടെ നിൽക്കുമ്പോൾ ഗേഹസി വളരെ കാര്യമായിട്ട് പ്രവാചകൻ കൊണ്ട് പറയുകയാണ്, അവൾ ആ സ്വജനത്തിന്റെ നടുവിൽ നിൽക്കുന്നെങ്കിലും അവൾക്ക് മക്കളില്ല. അതിന്റെ വേദനയെ കടിച്ചമർത്തിക്കൊണ്ട്, അവളുടെ നൊമ്പരങ്ങളെ ഉള്ളിലൊതുക്കിക്കൊണ്ട്, അവളുടെ വേദനയെ സംഭരിച്ചുകൊണ്ട്, നിറകണ്ണുകളോടുകൂടെ അവൾ വേദനകളെ അറിയിക്കാതെ, ഭാരങ്ങൾ അറിയിക്കാതെ, നൊമ്പരങ്ങൾ അറിയിക്കാതെ അവരുടെ നടുവിൽ നിൽക്കുന്നു. ഞാൻ എൻ്റെ വാക്കിലൂടെ അവസാനിപ്പിക്കുകയാണ്. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം ഇതിന്റെ ഭാഗങ്ങൾ നമുക്ക് ചിന്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിലൂടെ അവസാനിപ്പിക്കുകയാണ്. സ്വജനത്തിന്റെ നടുവിൽ നിൽക്കുന്നു. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, നിങ്ങൾ എവിടെ നിൽക്കുന്നു? കണ്ണുനീരോടെ നിൽക്കുകയാണോ? വേദനയോടെ നിൽക്കുകയാണോ? ഭാരത്തോടെ നിൽക്കുകയാണോ? എല്ലാം തകർന്ന അവസ്ഥയിൽ നിൽക്കുകയാണോ? എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിൽക്കുകയാണോ? ഏതവസ്ഥയിൽ നിൽക്കുന്നു എന്ന് നിങ്ങളെ തന്നെ തിരിച്ചറിഞ്ഞ് ഒരു മടങ്ങി വരവിന്റെ സമയമായി. നമുക്ക് കണ്ണുകളെ ഉയർത്താം, പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ നല്ല പിതാവെ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. പിതാക്കന്മാരെയും മാതാക്കളെയും സഹോദരി സഹോദരന്മാരും കുഞ്ഞുങ്ങൾ ജന്മദിനം ആഘോഷിക്കുന്നവർ, വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലിയോടുള്ള ബന്ധത്തിൽ സ്വദേശത്തും വിദേശത്തും ഗൾഫ് മേഖലകളിലും യൂറോപ്യൻ രാജ്യത്തും അമേരിക്കൻ നാടുകളിലും ജോലിയോടുള്ള ബന്ധത്തിലായിരിക്കുന്നവരുണ്ട്, ബിസിനസ് ചെയ്യുന്നവരുണ്ട്, പഠിക്കാൻ പോയ കുഞ്ഞുങ്ങളുണ്ട്, വിവിധ ആവശ്യങ്ങളുമായിട്ട് യാത്ര. ഇതെല്ലാം പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ആശ്വസിപ്പിക്കണമേ, ബലപ്പെടുത്തണമേ. ഇന്ന് ആ ശൂന്യകാരി നിന്നതുപോലെ വേദന നടുവിൽ നിൽക്കുന്നവരുണ്ട്, ഭാരത്തോടെ നിൽക്കുന്നവരുണ്ട്, നിന്നയേറ്റ് നിൽക്കുന്നവരുണ്ട്, പരിഹാസത്തോടെ നിൽക്കുന്നവരുണ്ട്, തകർന്നു നിൽക്കുന്നവരുണ്ട്. ദൈവം സകലരെയും ആശ്വസിപ്പിക്കണം. പ്രാർത്ഥന കേട്ടതിനായി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ.